ഒരുമിച്ച് മുൻപും ആരാധിക്കാനും വചനം ശുശ്രൂഷിക്കാനും നല്ല കൂട്ടായ്മ ദൈവം തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാണ്. പലരെയും പേരുകൊണ്ട് എനിക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷെ കണ്ടാൽ ഓർക്കും. എങ്കിലും മറക്കാൻ കഴിയാത്ത മുഖങ്ങളും ഇതിനകത്ത് ഇപ്പൊ കാണുന്ന ഷാജു പാസ്റ്ററെ, ഫിലിപ്പ് പാസ്റ്ററിനെ, ജെയിൻ പാസ്റ്ററിനെ, അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അത് ഏറ്റവും ആനന്ദമുള്ളതായി മാറാൻ, അത് ഏറ്റവും സന്തോഷമുള്ളതായിട്ട് മാറാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു, കൃപയിൽ ആശ്രയിക്കുന്നു. ഒരു വാക്യം വായിച്ച് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. 37-ാമത്തെ സങ്കീർത്തനം 37, അതിന്റെ 4-ാമത്തെ വാക്യമാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്യമാണ്. സങ്കീർത്തനം 37, അതിന്റെ 4. ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വാക്യമാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും മിസ്കോട്ട് ചെയ്യപ്പെടാറുമുണ്ട് ആ വാക്യം. നമ്മുടെ കുറച്ച് എന്താ പറയാ, മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കുന്ന ബെനഫിറ്റുകൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ യഹോവയിൽ രസിച്ചാൽ അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ തരും എന്നൊക്കെ മിസ്കോട്ട് ചെയ്ത് പല സമയങ്ങളിൽ പ്രസംഗിച്ചും പറഞ്ഞും ആളുകൾ പ്രാർത്ഥിച്ചും ഒക്കെ കേൾക്കുന്നൊരു വാക്യമാണ്. പക്ഷെ ആ വാക്യം തന്നെ നമ്മൾ വളരെ ശാന്തമായി ഒന്ന് കെയർഫുള്ളി റീഡ് ചെയ്താൽ, വളരെ ശ്രദ്ധിച്ച് ശാന്തമായി അതൊന്ന് വായിച്ചാൽ, അതിന്റെ ആദ്യത്തെ വാക്യം പറഞ്ഞത് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ടേക്ക് യുവർ ഡിലൈറ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ രസിക്കുക. ക്രിസ്തുവിൽ രസിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കണം. എന്തിന് ക്രിസ്തുവിൽ രസിക്കണം? അല്ലെങ്കിൽ ഈ ഡിലൈറ്റ് എന്നുള്ള വാക്കിന് വളരെ ഇന്റിമേറ്റ് ആയ സ്നേഹബന്ധം, വളരെ ആർദ്രതയുള്ള സ്നേഹബന്ധം എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആരാധനയല്ല, ഒരു പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സാധനം. കർത്താവിനെ എൻ്റെ ആനന്ദമാക്കി മാറ്റുക. പഴയ നിയമത്തിൽ നിന്ന് എടുത്താൽ അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുന്ന ഒരാൾ പലരുണ്ട്. എങ്കിലും ദൈവം തന്നെ ഒരു എന്താ പറയാ വിറ്റ്നസ് ചെയ്ത, ദൈവം തന്നെ സാക്ഷ്യം പറയാണ്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അങ്ങനെ ദൈവം പറഞ്ഞ ഒരാള് ദാവീദാണ്. ദാവീദ് ദൈവത്തിൽ രസിച്ച ഒരു മനുഷ്യനും കൂടെ, ദൈവത്തെ ആശ്രയിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും ദാവീദിന്റെ ആ ഒരു ബന്ധത്തെ, ദൈവത്തോടുള്ള ബന്ധത്തെ കുറച്ച് പറയുന്ന ഒരു കാര്യം പോലെ തോന്നും. ദൈവത്തെ ആശ്രയിച്ച ഒരു മനുഷ്യനല്ല ദാവീദ്. ദൈവത്തെ തന്റെ രസമാക്കി മാറ്റിയ, തന്റെ ആനന്ദമാക്കി മാറ്റിയ ഒരാളാണ് ദാവീദ്. അപ്പൊ ശരിക്കും ദാവീദിന്റെ ലൈഫ് ഒന്ന് നോക്കിയാൽ ദാവീദിനോട് ചോദിക്കണം, ദാവീദെ, എന്ത് കാരണത്താലാണ് ദൈവം നിന്റെ ആനന്ദമായി മാറിയത്? ദൈവം എന്താ അതിനു മാത്രം നിനക്ക് വേണ്ടി ചെയ്ത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മൾ ചിലപ്പോൾ നിരാശപ്പെട്ടു. കാരണം നമുക്ക് പലപ്പോഴും പല ആളുകളും ഈ ദൈവമാണ് എൻ്റെ എല്ലാം, എനിക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കിട്ടിയ കുറെ നന്മയുടെ ലിസ്റ്റ് പറയാനുണ്ടാവും. നാളിതുവരെ എന്നെ നടത്തിയ ദൈവം, എന്റെ കഷ്ടതയിൽ എന്റെ കൂടെ ഇരുന്നു, ആ വലിയ ബുദ്ധിമുട്ടിനകത്തുനിന്ന് എന്നെ വിടുവിച്ചു, അയ്യോ ഞാൻ എങ്ങനെ അപ്പുറം കടക്കും, അല്ലെങ്കിൽ എങ്ങനെ ഈ വിഷയം കടന്നു പോകുന്നു, ഇങ്ങനെ ഭാരപ്പെട്ടപ്പം ദൈവം എന്നെ, അങ്ങനെ നമുക്ക് ഒരുപാട് വിടുതലിന്റെ കഥ പറയാനുണ്ടായിരിക്കും. പക്ഷെ ദാവീദിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിടുതലിന്റെ കഥകളൊന്നും പറയാൻ അധികമില്ല. എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ഇങ്ങനെ പറയാം, എന്തുകൊണ്ട് ദാവീദ് നീ ദൈവത്തെ സ്നേഹിച്ചു? ദാവീദ് പറയും, അവൻ സുന്ദരനാണ്, അവൻ നല്ലവനാണ്, അവൻ സ്നേഹിക്കാൻ യോഗ്യനായുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദാവീദ് പറയും, ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ യോഹന്നാൻ പറയാണ്, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല യഥാർത്ഥ സ്നേഹം, ദൈവം നമ്മെ സ്നേഹിച്ചതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അതെന്താ അങ്ങനെ യഥാർത്ഥ സ്നേഹം അതാകാൻ കാര്യമെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ ഹിതം അനുസരിക്കേണ്ടവരായിരുന്നു. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവം സൃഷ്ടിച്ചവരാണ് സകല മനുഷ്യർ. വീട്ടിൽ എന്താ പറയാ, ഒരു ഭാര്യയും ഭർത്താവും, അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവര് മാതാപിതാക്കളാകുന്നു. അവര് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന കാര്യം, ഈ കുഞ്ഞ് ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, ഞങ്ങള് അവനെ വളർത്തും, അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് വളരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നാച്ചുറലി ആ കുഞ്ഞ് ഈസ് ഒബ്ലൈഗ്ഡ് ടു ഒബേ ദ പാരന്റ്സ്. മാതാപിതാക്കളെ അനുസരിക്കാൻ ആ കുഞ്ഞ് ബാധ്യസ്ഥനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയാണ്, ദൈവമാണ് സകല മനുഷ്യ കുലത്തിന്റെയും അല്ലെങ്കിൽ സകല
മാനവരാശിയുടെയും പിതാവ്, സകലരെയും നിർമ്മിച്ച ഒരു ദൈവമാണ്. നിർമ്മിച്ച ദൈവത്തിന് ഈ നിർമ്മിക്കപ്പെട്ട മനുഷ്യർ, അവര് ദൈവത്തിന്റെ ആക്സിഡന്റൽ ആയിട്ടുണ്ടായ കുഞ്ഞുങ്ങളൊന്നുമല്ല. ദൈവം സ്നേഹത്തിനകത്ത് സൃഷ്ടിച്ചതാണ് ഓരോ മനുഷ്യനെയും. ആദാം മുതൽ സകല മനുഷ്യനെയും ദൈവം അങ്ങനെ സ്നേഹിച്ച് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മളെ വിളിച്ചു. അല്ല, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അത് ചുമ്മാ വെറുതെ ഒരു വെയ്ഗ് ഒരു ഐഡിയ അല്ല. വ്യക്തമായി പേര് സഹിതം ഇന്ന സ്ഥലത്ത് ജനിക്കണം, ഇന്ന മാതാപിതാക്കൾക്ക് ജനിക്കണം, ഇങ്ങനെ ആയിരിക്കണം അവന്റെ രൂപം, അവളുടെ രൂപം, ഇന്ന നിറം. നമ്മുടെ DNA വരെ ദൈവത്തിന് വളരെ നിശ്ചയമുണ്ട്. ദൈവം വളരെ കെയർഫുള്ളി ഡിസൈൻഡ് ആൻഡ് ഹി മെയ്ഡ് അസ്. ദൈവം അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം എന്നുള്ളത് സ്വാഭാവികമായുള്ള നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ പാപം കാരണം നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാത്തവരായിട്ട് പോയി. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവ ഇഷ്ടം ചെയ്യാതെ പാപത്തിന് അടിമകളായി, ദൈവത്തിന് ശത്രുക്കളായി, ഒരിക്കലും ദൈവത്തോട് അടുക്കണമെന്ന് ഹൃദയം കൊണ്ട് പോലും ആഗ്രഹമില്ലാതെ പാപം ചെയ്ത് ജീവിച്ചപ്പോഴാണ് ദൈവം തീരുമാനിക്കുന്നത്, ഇവരെ രക്ഷിക്കാൻ സ്വന്തം പുത്രനെ ഞാൻ യാഗമായി നൽകി, എന്നെ, ജെറോയെ അല്ലെങ്കിൽ അലനെ, അലക്സിനെ, ജെയിനെ ഞാൻ രക്ഷിക്കാൻ എന്റെ പുത്രനെ ഞാൻ നൽകും. അപ്പൊ അവിടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ വാല്യൂ എന്തുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്നെപ്പോലെ ഒരു കൊള്ളരുതാത്തവനെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ, ദൈവത്തിന്റെ ഹാട്രോബായ, ദൈവത്തിന്റെ സകലവുമായ സ്വന്തം പുത്രനെ ദൈവം തകർക്കാൻ തയ്യാറാകുക. ആരെ രക്ഷിക്കാനാന്ന് ചോദിക്കണം. ദൈവത്തിന് വലിയ കാര്യം പോലെ എനിക്ക് ഭയങ്കര വിലയുള്ള ഒരുത്തനുണ്ടെന്നൊന്നും പറയാനില്ല. ഏറ്റവും തല്ലിപ്പൊളിയായ ഈ ജെറോയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പറയാ, ഞാൻ എൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഞാൻ തരാൻ പോവാ. ഈ സ്നേഹമാണ് യഥാർത്ഥ സുവിശേഷത്തിന്റെ എസൻസ് എന്ന് പറയും. സുവിശേഷം ഒരു മനുഷ്യനെ തുറക്കുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ, ഇത്ര പാപിയായ എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കൊടുത്തത് ഗബ്രിയേലിനെയോ ദൂതന്മാരെയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രവാചകനെയോ ഒന്നുമല്ല. ദൈവം കൊടുത്ത് ദൈവത്തെ തന്നെ കൊടുത്തു. സ്വന്തം പുത്രൻ എന്ന് പറഞ്ഞാൽ ഹീസ് ഗോഡ്, അവൻ ദൈവമാണ്. ദൈവത്തെ തന്നെ തകർത്തു കളഞ്ഞിട്ട് ദൈവം നമ്മെ രക്ഷിക്കുക. ഈ വലിയ സ്നേഹമാണ് എന്റെ രക്ഷയ്ക്ക് ആധാരം. ഈ രക്ഷ നമ്മുടെ ഹൃദയത്തെ തൊടുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന മാനസാന്തരം എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എനിക്കിച്ചിരി മോശ സ്വഭാവമുണ്ട്, എനിക്കിച്ചിരി മൊഷയുടെ സ്വഭാവമുണ്ട്, കർത്താവ് അതുകൂടെ മാറിയാൽ ഞാൻ ഓക്കെയാണ്, അതുകൊണ്ട് കർത്താവ് എന്നെ സഹായിക്കണം, അതുകൊണ്ട് യേശു എന്റെ രക്ഷിതാവാണ്. അതല്ല മാനസാന്തരം. മാനസാന്തരം ഒരു കേടുള്ള ഒരുത്തനെ നല്ല മനുഷ്യനാക്കുന്ന സാധനമല്ല. മാനസാന്തരം എന്താന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനത്തിനകത്ത് പറയുവാണ്, അകൃത്യങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ ദൈവം ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. അവിടെ ഉപയോഗിച്ച വാക്കുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മരിച്ചതിനെ ജീവിപ്പിച്ചതിന്റെ പേരാ രക്ഷ. ജീവൻ ഇല്ലാതിരുന്നത്, ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല, ദൈവ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, ദൈവ ഇഷ്ടം അറിയാൻ കഴിയുന്നില്ല, ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയും തിരിച്ചറിയാൻ കഴിയാതെ മരിച്ചു കിടന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ശവമായിരുന്ന എന്നെ അവന്റെ ജീവൻ, ആത്മാവിനെ തന്ന് ക്രിസ്തുവിനോടുകൂടെ എന്നെ ജീവിപ്പിച്ചു. ഇനി ചുമ്മാ ജീവിപ്പിച്ചിട്ട് ജീവിച്ചെന്നാ പിന്നെ മോനെ നീ പൊയ്ക്കോന്ന് പറയുമല്ല. ജീവിപ്പിച്ച എന്നെ പുത്രനിൽ സ്വീകരിച്ചിട്ട് മഹിമാസന്നിധി അപ്പന്റെ കൂടെ അവന്റെ വലത്തുഭാഗത്ത് എന്നെ ദൈവം ഇരുത്തി. എന്നിട്ട് പറയുക, എന്തെല്ലാം ക്രിസ്തുവിലുണ്ടോ അതെല്ലാം വിശ്വസിക്കുന്ന നിനക്കുമുണ്ട്. ഇത്ര വലിയ പദവിയെ ദൈവം നമുക്ക് തന്നു എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് കർത്താവിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലുതും ഒരേ ഒരു കാരണം. എന്റെ 10ാം ക്ലാസ്സിലെ എക്സാം എന്റെ കർത്താവ് ജയിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുക. രക്ഷിക്കപ്പെട്ടിട്ടില്ല. എനിക്ക് കുഞ്ഞിലെ മരണകരമായൊരു രോഗം വന്നു, പ്രാർത്ഥിച്ചു പലരും, ദൈവം എന്നെ വിടുവിച്ചു. അന്ന് മുതൽ ഞാൻ കർത്താവിനെ സേവിക്കുക. ഇല്ല, അതൊന്നും രക്ഷയല്ല. അതൊക്കെ ഒരു വിടുതൽ മാത്രമാണ്. അതാർക്കും സംഭവിക്കാം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ ഇസ്രായേൽ ജനം ചെങ്കടല് കടന്നപ്പോ അത് സ്നാനത്തിന് മുൻകുറി എന്ന് വചനം വായിക്കുന്നു. പക്ഷെ നിങ്ങൾ വായിച്ചാൽ ശരിക്കും പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ പുള്ളികളെല്ലാം, ഈജിപ്തിനെ നമ്മൾ പാപത്തോടാണ്
എന്താ പറയാ സമാന്തരപ്പെടുത്തി പറയുന്നത്. പാപം വിട്ട് ക്രിസ്തുവിലേക്ക് ചേരുന്നതിന്റെ ഒരു നിഴലാണ് ഈജിപ്ത് വിട്ട് ഇസ്രായേൽ ജനം പുറത്തിറങ്ങുന്നു എന്നുള്ളത്. പക്ഷെ ശരിക്കും ആ ജനം ഈജിപ്ത് വിട്ടിറങ്ങിയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവന്മാര് എപ്പോഴെല്ലാം മരുഭൂമിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുവോ, എന്തോ പറയും, കുടിക്കാൻ വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലെ ഉടനെ ഇവന്മാര് പറയും ഇതിനേക്കാളും ഭേദം ഈജിപ്റ്റ് ആയിരുന്നു എന്ന് പറയും. അപ്പൊ ഇവര് ശരിക്കും ഈജിപ്ത് വിട്ടിട്ടില്ല. ഈജിപ്ത് ഇപ്പോഴും ഇവന്മാരുടെ ഹൃദയത്തിനകത്ത് കിടക്കുക. എവിടെയെങ്കിലും ഈ ദൈവം അത്ര പോരാ എന്ന് തോന്നിയാൽ ഉടനെ ഇവരുടെ ഹൃദയത്തിൽ തോന്നുന്നു ഇതിനേക്കാളും ഭേദം ഫറവോൻ തന്നെ. അടികൊണ്ട് പുറം പൊളിഞ്ഞിരിക്കുവായിരുന്നു. കട്ട ചുട്ടു കൊടുത്ത കണക്ക് ശരിയായില്ലെങ്കിൽ അവന്മാരുടെ സകല ഇടപാടും തീരും. അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന ഒരു ഞെരുക്കം, അതുപോലെ തകർന്ന ഒരു ജനം, അതുപോലെ ഇവന്മാര് നിലവിളിച്ചു. ആ നിലവിളി സ്വർഗത്തിലെത്തി. അപ്പൊ അങ്ങനെ പാപം കാരണം നിരാശ കൊണ്ടും ഡിപ്രഷൻ അടിച്ചും മടുത്തും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെയും സന്തോഷമില്ല, സമാധാനമില്ല, ഒരു നന്മയില്ല, ഇങ്ങനെ ഈജിപ്തിന്റെ പാപത്തിൽ കടന്ന് നടുവൊടിഞ്ഞിട്ട് പോലും ഈ ഈജിപ്റ്റ് വിട്ടിറങ്ങിയിട്ടും അവന്മാർ ഇപ്പോഴും പറയുക ഇതിനേക്കാളും ഭേദം ഈജിപ്റ്റാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനീ പറയുന്ന ഈജിപ്തിൽ നിന്ന് ഇറങ്ങി ഇസ്രായേൽ ജനത്തെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചായി പറയുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രക്ഷയുടെ പാട്ടുപാടി സ്നാനപ്പെട്ട ഡേറ്റ് ഓർത്തു വെച്ചിട്ടും പലപ്പോഴും ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ദൈവത്തെക്കാളും നല്ലത് ലോകമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ ഇറങ്ങിയെന്ന് പറയുന്നതും ഞാൻ ഈ സ്നാനപ്പെട്ടെന്ന് പറയുന്നത് ഒന്നും എന്റെ ഹൃദയത്തെ തൊട്ടിട്ടില്ല. ഇസ്രായേൽ ജനത്തിൽ ലക്ഷക്കണക്കിന് ഇറങ്ങിയതിനകത്ത് വാസ്തവമായി മാനസാന്തരം സംഭവിച്ചു എന്ന് പറയാൻ കഴിയുന്ന 3 എണ്ണ ഉണ്ടായിരുന്നു. ഒന്ന് മോശയാണ്, മറ്റൊന്ന് യോശുവയും കാലേബും. അവരോടൊപ്പം ഇറങ്ങി 20 വയസ്സിന് മേലെയുള്ള ഒരു ആൺതരി കനാനി കേറിയില്ല. എന്താ അവര് ചെയ്ത ഏറ്റവും വലിയ പാപം? പിറുപിറുപ്പായിരുന്നു. ആരോടാ പിറുപിറുത്തു? ദൈവത്തോട് പിറുപിറുത്തു. ഒരു ചെറിയ കുടിക്കാൻ വെള്ളം കിട്ടിയില്ല, കഴിക്കാൻ ആഹാരമില്ല, ഒരു ചെറിയ ഇല്ലായ്മയുടെ മുന്നിൽ പോലും അവർ പരാതി പറയും. അതേസമയം ഈ യോശുവയും കാലേബിനെയും അല്ലെങ്കിൽ മോശയെ നോക്കിയാൽ അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയോ, കഴിക്കാൻ ഈന്തപ്പഴം കിട്ടിയോ, ഇതൊന്നും അല്ല വിഷയം. മോശ ഒത്തിയിരുന്ന് ദൈവത്തോട് പറയുക, ഞങ്ങളെ വിടുവാണെങ്കിൽ എന്റെ പൊന്നു കർത്താവെ സാന്നിധ്യം ഇല്ലാതെ വിടരുത് എന്ന് പറഞ്ഞ എന്താ പറയാ, ഒരു അപ്പന്റെ കാലെ കെട്ടിപ്പിടിച്ച് കിടന്ന് പറയോ, പപ്പ പോലെ പപ്പ പോലെ പപ്പ എന്ന് പറഞ്ഞ് കരയുന്ന പോലെ മോശ ദൈവത്തിന്റെ കാലെ പിടിച്ചു കിടന്ന് പറയുക, പപ്പ വരാതെ എന്നെ പറഞ്ഞു വിടരുത്. അപ്പം വേണേ മോശയോട് ചോദിക്കാം, എന്റെ മോശെ, ഇന്ന് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലീഡറല്ലേ നീ? നിന്റെ കൂടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇല്ലേ? നിനക്ക് എന്നാ ഫാൻ ബേസ് ഉണ്ട് നിനക്ക്? അല്ല വേണ്ട മോശെ, നീ പറഞ്ഞ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത് മിസ്രൈമില്, നീ ആരാ സംഭവം? മോശ പറയും, എന്റെ പൊന്നു മക്കളെ, അതൊന്നും എന്റെ കഴിവല്ല, എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തെന്നല്ലാതെ എനിക്കൊരു കഴിവില്ല. എനിക്കൊരു കാര്യം അറിയാം, പപ്പ കൂടെ ഇല്ലെങ്കിൽ ഐ ആം എ ബിഗ് സീറോ, ഞാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഈ മനുഷ്യന് പ്രാർത്ഥിക്കാൻ എന്തെല്ലാം പ്രാർത്ഥിക്കണം. ഇത്ര വലിയൊരു പോസ്റ്റിലിരിക്കും, ഇത്ര വലിയൊരു ഡെസിഗ്നേഷനിൽ ഇരിക്കുമ്പം മോശ എന്തെല്ലാം ചോദിക്കണം ശരിക്കും. കർത്താവെ, ഞങ്ങൾക്ക് നാളെ ഈ മരുഭൂമിയിൽ മന്ന പൊഴിച്ച്, അല്ലെങ്കിൽ മന്നയുടെ കൂടെ കർത്താവെ ഇച്ചിരി ചിക്കൻ തരണേ, അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ഡ്രസ്സ് എല്ലാം പോയി, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം. പക്ഷെ അതെല്ലാം പ്രൊവൈഡഡ് ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മരുഭൂമിയിൽ ദൈവം നടത്തി. അപ്പൊ മോശയ്ക്ക് മനസ്സിലായി, എന്റെ ആവശ്യങ്ങളെക്കാളും എനിക്ക് വലുത് എന്റെ ആവശ്യം ദൈവമായിട്ട് മാറണം. എനിക്ക് ദൈവം എന്റെ ആവശ്യമായി മാറണം. ഐ നീഡ് യു കർത്താവെ, നീ എന്റെ കൂടെ വേണം, നിന്റെ സാന്നിധ്യമായി എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരു മനുഷ്യൻ കർത്താവിൽ ഡിലൈറ്റ് ചെയ്യുക. അതാ ദാവീദ് ചെയ്തത്. ദാവീദ് കാട്ടിക്കടന്നിട്ട് റിജക്ഷൻ ഉണ്ടോ? ഉണ്ട്, റിജക്ഷൻ ഉണ്ട്. വീട്ടിൽ ഒരു വിലയില്ല. എന്തിനാ? വീട്ടില് ശമൂവേൽ പ്രവാചകൻ വന്ന ഒരു വിരുന്നിനിരുന്നാൽ പോലും ഈ ചെറുക്കനെ വിളിക്കത്തില്ല. പിള്ളേരെ വിളിക്ക്, ഇഷായി പിള്ളേരെ വിളിക്കുന്നു പറഞ്ഞാൽ ഇഷായി ദാവീദ് ഒഴികെ ബാക്കി എല്ലാത്തിനും വിളിക്കും. എന്തൊരു റിജക്ഷനാണ് അത്! പുറത്തുനിന്നൊന്നുമല്ല, സ്വന്തം വീട്ടിൽ നിന്ന് റിജക്റ്റഡ് ആകുവാണ്. സഹിക്കാൻ പറ്റുമോ? ഒറ്റപ്പെടൽ, ലോൺലിനെസ്. എന്നാ ഇതെന്തെങ്കിലും ഈ ദാവീദ് ചെയ്യുന്ന പ്രവൃത്തിയെ ബാധിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കിക്കേ. ദൈവം എന്തുകൊണ്ട് ഒരു മനുഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു ഐ ടേക്ക് മൈ എന്ന് പറഞ്ഞാൽ ദൈവം പറയുക, എനിക്ക് എന്റെ ഹൃദയത്തിന്റെ ആനന്ദമായി ചെറുക്കൻ.
എനിക്ക് ഇവനെ കാണുമ്പോൾ എന്റെ ഹൃദയം തണുക്കുക. അതെന്താ കാര്യം? കാരണം ദാവീദിന് റിജക്ഷൻ ഉണ്ട്, ദാവീദിന് ലോൺലിനെസ് ഉണ്ട്, ദാവീദ് അപമാനിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ടീച്ചർക്ക് എന്നാ പിന്നെ ഞാൻ ആടിനൊന്നും നോക്കുന്നില്ല, ഞാൻ ആ മരത്തിന്റെ ഓട്ടി കിടന്ന് ഉറങ്ങുക, ആടിനെ സിംഹം പിടിക്കുന്നത് പിടിക്കട്ടെ, കരയുക, എന്റെ ഒന്നും അല്ലല്ലോ, അപ്പന്റെ അല്ലേ. അല്ല, അവന്റെ മൈൻഡ് സെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതെല്ലാം ഈ ചെറുക്കൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവൻ പറയാ, എന്റെ അപ്പന്റെ ആടിൽ ഒന്നിനെ പോലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അപ്പം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നല്ല ഉത്തരവാദിത്വ ബോധമുണ്ട്, അതിനകത്ത് വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിനോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് AI ടെക്നോളജി അറിഞ്ഞില്ലേലും, നിങ്ങൾ അപ്ഡേറ്റഡ് ആയി വരുന്ന നോളജ് ബേസിനെ കുറിച്ച് ഭയങ്കര എന്താ പറയാ അറിവും കഴിവൊന്നും കിട്ടിയില്ലെങ്കിലും എല്ലാ കാലത്തും വിലമതിക്കപ്പെടുന്നതും പ്രത്യേകിച്ച് ദൈവം അന്വേഷിക്കുന്നതുമായ ഏറ്റവും വലിയ ക്വാളിറ്റി ഇതാണ്: ബി ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തനായിരിക്കുക. അത് വീട്ടിലാണെങ്കിൽ വിശ്വസ്തനായിരിക്കുക, സഭയിലാണെങ്കിൽ വിശ്വസ്തനായിരിക്കുക, സ്കൂളിലാണെങ്കിൽ വിശ്വസ്തനായിരിക്കുക, ജോലി സ്ഥലത്താണെങ്കിൽ വിശ്വസ്തനായിരിക്കുക. എന്തിലെല്ലാം വിശ്വസ്തത ഉണ്ടായിരിക്കണം? നിന്നെ ഏൽപ്പിക്കുന്ന സകലത്തിനകത്ത്, നിന്റെ ലൈഫിനകത്ത് നീ വിശ്വസ്തനായിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ ലൈഫ്. അത് നിന്റെ ജീവിതമല്ല, അത് നിനക്ക് ക്രിസ്തു തന്ന ജീവിതമാണ്. അതിനെ നശിപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. അത് ക്രിസ്തുവിനോട് നമ്മൾ കണക്ക് ബോധിക്കേണ്ട ഒരു നാൾ വരും. വിശ്വസ്തനായിരിക്കണം. ടൈം, ഞാൻ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിരിക്കണം. എനിക്ക് വേസ്റ്റ് ചെയ്യാനുള്ള ടൈം അല്ല. ചെറിയ ആയുസാണ്, വളരെ ചെറിയ ആയുസ്. ഈ ചെറിയ ആയുസ് കൊണ്ട് ചെയ്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം, കർത്താവ് സമയം കുറവാ. ഒരു ധൃതി നമ്മുടെ അകത്തുണ്ടാകണം, ഒരു തിടുക്കം ഉണ്ടാകണം. കർത്താവ് തന്ന കാര്യങ്ങളെ ചെയ്തു തീർക്കാൻ ഒരു തിടുക്കം. അപ്പൊ നമ്മുടെ ടൈം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബന്ധങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ബന്ധങ്ങൾക്കകത്ത് ദുശ്ചിന്ത കയറരുത്, ദുരുദ്ദേശം കയറരുത്. എല്ലാ ബന്ധങ്ങളെയും ക്രിസ്തുവിന്റെ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ പറ്റണം. വിശ്വസ്തരായിരിക്കണം അതിനകത്ത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അന്യരോടല്ല, ഈ സ്വന്തം ബന്ധങ്ങളോട് പോലും വിശ്വസ്തരാകാൻ പറ്റാത്തൊരു വല്ലാത്ത കാലഘട്ടമാണ്. ഞാൻ അത്രയും പറഞ്ഞു വിടുക. പക്ഷെ വിശ്വസ്തത പാലിക്കണം. പൈസ, വിശ്വസ്തരായിരിക്കണം. ഒരു ജോലി കിട്ടിയ മക്കളെ നമ്മൾ വിചാരിക്കും, ഈ സാലറി എന്റെ. ആര് പറഞ്ഞു നിന്റെയാണ്? നല്ല, യു ആർ ജസ്റ്റ് എ സ്റ്റുവേർഡ്. നീ ഒരു കാര്യസ്ഥൻ മാത്രമാണ്. ദൈവം തന്ന നന്മയുടെ ഒരു കാര്യസ്ഥൻ മാത്രമാണ്. അതിനകത്ത് വിശ്വസ്തനായിരിക്കണം. കാരണം ഇത് ദൈവത്തിന്റെ പൈസയാണ്. ഈ ജോലി ചെയ്യാൻ നിനക്ക് ആവശ്യമായ ആരോഗ്യം, നീ പഠിക്കാനുള്ള ബുദ്ധി, കഴിവ്, സാഹചര്യം, എന്തിന് ഈ ജോലി ഇതുപോലും തന്നത് ദൈവമാണെങ്കിൽ ദൈവം തരുന്ന നന്മയ്ക്കകത്തും വിശ്വസ്തരായിരിക്കണം. എന്റെ സുഖത്തിനോ എന്റെ സൗകര്യത്തിനോ വേണ്ടി അടിച്ചു പൊളിക്കാനുള്ളതല്ല ഈ പൈസ. അതുകൊണ്ട് ദൈവത്തിന് ഒത്തിരി കാര്യം ചെയ്യാനുണ്ടെന്ന്. അത് ഫുൾഫിൽ ആകുമ്പോഴാണ് ദൈവം നമ്മളിൽ ഡിലൈറ്റഡ് ആകുന്നത്. സോ ഞാൻ പറഞ്ഞത്, ദാവീദ് ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ദാവീദിനകത്തുണ്ടായിരുന്നു. ദാവീദ് ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. എങ്ങനെ എല്ലാം ഓക്കെ ആയിരുന്നപ്പോ എല്ലാവരും ദാവീദ് സൂപ്പർ ആണെന്ന് പറഞ്ഞ് സ്തുതി പാടുമ്പോഴല്ല ദാവീദ് ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. ദാവീദിനെ വീട്ടിൽ വേണ്ട, റിജക്റ്റഡ് ആണ്, ലോൺലി ആണ്. ദാവീദിനെ ഒരു ഫംഗ്ഷന് പോലും വിളിക്കാൻ പറ്റാത്ത പരുവത്തിൽ ദാവീദ് അത്ര കണ്ട് എന്താ പറയാ ഡിറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്ന സമയത്ത് പോലും ദാവീദ് വളരെ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. സോ ജീവിതത്തിൽ ചിലപ്പം നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, നമ്മുടെ വീട്ടിലെ സാഹചര്യം ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നിയാലും ഒരു കാര്യം തിരിച്ചറിയണം, നീ കടന്നു പോകുന്ന സകല സാഹചര്യത്തിനകത്തും ദൈവത്തിന് ഒരു പേർപ്പസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ. പക്ഷെ ദാവീദിന് മനസ്സിലായി, ഇതിങ്ങനെ ആയാലേ എന്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു മനുഷ്യൻ ഉണ്ടായി വരത്തുള്ളൂ. കയ്പില്ലാത്തൊരു മനുഷ്യൻ, മുറിവില്ലാത്തൊരു മനുഷ്യൻ, പകയില്ലാത്തൊരു മനുഷ്യൻ, വിദ്വേഷമില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ ഒരാളായി മാറിയപ്പോഴേ ദൈവം പറയുന്നത്, ഇവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ അതിന്റെ മറു സൈഡ് ദൈവം നമ്മളിൽ സന്തോഷിക്കാൻ തുടങ്ങും. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ അതിന്റെ അനന്തര ഫലമാണ് നമ്മൾ വായിച്ച 4ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും എന്ന് പറയുമ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണം, എനിക്ക് കർത്താവാണ് എന്റെ ഹൃദയത്തിന്റെ ഡിലൈറ്റ് എങ്കിൽ ശരിക്കും അവിടെ ട്രാൻസ്ഫോംഡ് ആകുന്നത് എന്റെ മനസ്സിൽ എന്തെല്ലാം കാര്യത്തിലാണ് ഞാൻ നേരത്തെ സന്തോഷിച്ചത് അതെല്ലാം മാറിയിട്ട് ഇത് റീപ്ലേസ്ഡ് ആകുവാണ്. നേരത്തെ ഫോർ എക്സാമ്പിൾ മൂവി കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കോമഡി പടം അല്ലെങ്കിൽ ഇടിപ്പടം,
ആക്ഷൻ മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്, ഇതെന്റെ ഭയങ്കര ഡിലൈറ്റാണ്. ഞാനൊരു ദിവസം 2-3 പടമൊക്കെ ഇരുന്ന് കാണുന്ന ആളാണെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളുടെ ഈ ബേസ് പൊളിയുക. ഞാൻ എന്തിലാണോ സന്തോഷിച്ചത് അതിനെ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റിയിട്ട് പുതിയ ഒരു ആനന്ദം എന്റെ അകത്ത് തരും. ദൈവം എന്റെ ആനന്ദമായിട്ട് മാറും. രക്ഷിക്കപ്പെട്ടതിന്റെയും ആത്മാവിൽ വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളതിന്റെയും അടയാളം എന്താന്ന് ചോദിച്ചാൽ, എന്റെ പ്രാർത്ഥന, ഞാൻ ആരാധിക്കുന്നതിന്റെ രീതിയോ എന്റെ പ്രസംഗത്തിന്റെ ശൈലിയോ ഒന്നുമല്ല. പാപത്തെ വെറുക്കുന്നതിനകത്ത് പാപത്തെ വിട്ട് കർത്താവിനോട് ചേരണമെന്നുള്ള കൊതി ദിനം പ്രതി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്ലിയർ സൈൻ ദാറ്റ് യു ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ വളരുകയാണ്. ആത്മാവ് നിങ്ങളുടെ അകത്ത് ഇടപെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ നടത്തപ്പെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ അടയാളം. അന്യഭാഷ പറയുന്ന പോലുമല്ല. അന്യഭാഷയൊക്കെ ഫേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഏറ്റവും വലിയ അടയാളം ഇന്നലത്തെക്കാൾ അധികമായി ഇന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം. എനിക്ക് കർത്താവിനെ കാണണം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു സമയം കിട്ടിയാൽ, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ബൈബിൾ വായിക്കണം എന്നൊരു കൊതി അകത്തുണ്ടോ എങ്കിൽ ഇറ്റ്സ് എ ക്ലിയർ സൈൻ ദാറ്റ് യു ആർ ഗ്രോയിങ്. അല്ല, ഒറ്റയ്ക്കൊരു അല്പസമയം, അത് ഓഫീസിലോ സ്കൂളിലോ എവിടെ ഒരല്പസമയം കിട്ടിയാൽ ഒന്ന് ഏകാഗ്രതയോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ യു ആർ ഗ്രോയിങ്. അതിനൊരു മുറി വേണ്ട, അതിനൊരു പായിട്ട് മുട്ടുമടക്കാൻ സ്ഥലമൊന്നും കിട്ടണം. നീ ഇരിക്കുന്ന ഡെസ്കിൽ, അല്ലെ നീ ഇരിക്കുന്ന വർക്ക് പ്ലേസിൽ ഇരുന്നിട്ട് ഒരല്പസമയം, ഉച്ച കഴിഞ്ഞ് എല്ലാവരും ഒന്ന് തമാശ പറഞ്ഞിരിക്കുന്ന സമയത്ത് നീ തമാശ പറയാൻ പോവാതെ ഇരുന്ന് ഒന്ന് കണ്ണടച്ചിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, വേറൊന്നുമില്ല, ഒരാവശ്യം പറയാനില്ല. അത് നടത്തിത്തരണം, ഇത് നടത്തിത്തരണം, ഒന്നും പറയാനില്ല. ജസ്റ്റ് യു ആർ പ്രൈസിങ് ഗോഡ്. ചുമ്മാതെ ഇരുന്ന് ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. എന്താ കാര്യം? കാരണം ഈ ദൈവം അത്ര നല്ലതാണെന്ന് രുചിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, അങ്ങ് എത്ര നല്ലവനാ, അങ്ങയുടെ കൃപ എത്ര നല്ലതാപ്പ, എന്നെ പോലെ ഒരുത്തനെ ദൈവം സ്നേഹിച്ചല്ലോ കർത്താവേ, പുത്രനെ തന്നതിനായി സ്തോത്രം കർത്താവേ, ആത്മാവ് എന്നെ വഴി നടത്തുന്നതിനായി നന്ദി. ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഗ്രോയിങ്. അല്ല, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പം ഒരു പാട്ട് പാടി തന്നെ ആത്മാവിൽ ആരാധിക്കാൻ നിനക്ക് പറ്റുന്നുണ്ട് എങ്കിൽ യു ആർ ഗ്രോയിങ്. നമുക്ക് ഈ പണ്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട്, വെള്ളത്തിൽ പൂട്ടും കൂട്ടത്തിൽ പാട്ടെന്ന് പറയും. അത് എളുപ്പമുള്ള കാര്യമാണ്. ഞായറാഴ്ച വന്ന് നമുക്ക് ഒരുമിച്ച് നല്ല മ്യൂസിക്കും, അതൊന്നും മോശമല്ല കേട്ടോ, അത് വേണം. അതൊരു കോർപ്പറേറ്റ് വർഷിപ്പിനകത്ത് അത് വേണം. ഒരു ഹൃദയത്തോടെ, ഏക ഹൃദയത്തോടെ നമ്മൾ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പം നമ്മൾ അതിനോട് ചേർന്ന് സ്തോത്രം ചെയ്യും, അതിനോട് ഐക്യത പ്രകടിപ്പിക്കുകയും എല്ലാം വേണം. പക്ഷെ അതല്ല ആത്മീയ വളർച്ചയുടെ അടയാളം. ആത്മീയ വളർച്ചയുടെ അടയാളം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര സമയം ഞാൻ കർത്താവിന്റെ കൂടെ ചെലവഴിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നും. സമയമൊന്നും നോക്കണ്ട, ഇത്ര മണിക്കൂർ ഇരുന്നു എന്ന് പറയാനും അതെനിക്ക് വലിയ വീമ്പിളക്കാനൊന്നുമല്ല. ഇന്നലത്തേക്കാൾ അധികമായിട്ട് എനിക്ക് ഇന്ന് കർത്താവിന്റെ കൂടെ ഇരിക്കണം എന്നുള്ള കൊതിയും അതിനുവേണ്ടിയുള്ള പരിശ്രമവും. നിങ്ങൾ പാപത്തെ വെറുക്കാൻ വേണ്ടി കിടന്ന് പാടുപെടണ്ട. ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, ദൈവത്തോട് അടുത്ത് വരുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അപ്പൊ പിശാചിനോട് എതിർക്കുന്നതല്ല എന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. എന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ദൈവത്തോട് ഞാൻ അടുത്ത് വരിക എന്നുള്ളത്. ദൈവത്തോട് അടുത്ത് വരുന്നവന്റെ ഹൃദയത്തിന് പരിശുദ്ധാത്മാവ് മാറ്റം കൊടുക്കുന്നു. അവന്റെ ഉള്ളം സ്വതവേ പിശാചിനെ വെറുക്കാൻ തുടങ്ങും, പാപത്തെ വെറുക്കാൻ തുടങ്ങും. ലോകത്തിന്റെ ഈ പറയുന്ന സന്തോഷങ്ങൾക്കകത്ത് അവൻ വലിയ സന്തോഷം കണ്ടെത്തത്തില്ല. അങ്ങനെയുള്ളവനെ പിശാച് വിട്ടോടിപ്പോകുന്ന പറയും. ഓടിക്കാൻ വേണ്ടി കിടന്ന് പാടുപെടേണ്ട, അവൻ ഓടിപ്പോവും. കാരണം നിന്നെ തൊടാൻ പറ്റത്തില്ല. നിനക്ക് ഏത് സമയവും ദൈവം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം പ്രശ്നം വരില്ല എന്നാണ്. പ്രശ്നം വരും. പ്രശ്നം വന്നാലും അതിനെ ജയിക്കാനുള്ള ഒരു അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷനാ. ദാവീദ് പറയുന്ന, ആടിനെ പിടിക്കാൻ ഒരു കരടി വന്നു, ഒരു സിംഹം വന്നു. പക്ഷെ ഒരു സിംഹത്തോടൊക്കെ ഒരു മല്ലിടുക എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ഗ്രോൺ മെച്യൂർ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പോലും പറ്റത്തില്ല. അപ്പോഴേ ഒരു ബാലൻ ദൈവശക്തി കൊണ്ട് അതിനെ വലിച്ചു കീറിക്കളഞ്ഞു. അപ്പൊ ഇത് പ്രശ്നം വന്നാൽ, ഇനി പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ വേഗത്തിൽ 5 minutes കൂടെ ഞാൻ വേഗത്തിൽ ക്ലോസ് ചെയ്യും. പുതിയ നിയമത്തിൽ നോക്കിയാൽ ദൈവത്തിൽ സന്തോഷിച്ച ഒരു മനുഷ്യനെ കാണണമെങ്കിൽ
വേറെ ആരും നോക്കണം, യേശുവിനെ നോക്കിയാൽ മതി. യേശു ആ ദൈവത്തിൽ സന്തോഷിച്ച ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. കർത്താവ് പാട്ടൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് പറയാം, ഞാൻ എന്റെ സ്വന്തം മഹത്വം ഞാൻ അന്വേഷിക്കുന്നു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുവല്ല, ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തുക. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയുമല്ല, എന്താണോ പിതാവ് എന്നോട് പറഞ്ഞു കേൾക്കുന്നത് അതേ ഞാൻ പറയും. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. പിതാവ് പറയുന്നത് കേൾക്കുന്നുണ്ട്, ചുമ്മാ കേൾക്കുമല്ല, അതൊരു 3 ദിവസം ഉപവാസം ഇരുന്നിട്ട് കേൾക്കുന്നൊന്നുമല്ല. കണ്ടിന്യൂലി ഡേ ബൈ ഡേ ജീവിതത്തിന്റെ എന്താ പറയാ മൈന്യൂട്ട് ഡീറ്റെയിൽസിനകത്ത് വരെ ഇന്ന് ഇവിടെ പോകണം, ഇന്ന് ആരെ കാണണം, ഇന്ന് ആരോട് സംസാരിക്കണം, അവർക്ക് എന്ത് വിടുതൽ സംഭവിക്കണം, എങ്ങനെ ആ ദൈവം ഇന്ന് ഈ എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ഡെയിലി സ്കെഡ്യൂൾ വരെ ദൈവം പറഞ്ഞു കൊടുത്ത് നടത്തിയ ഒരു മനുഷ്യൻ. ഫൈനലി ഇവിടെ ദുരുപദേശം, തെറ്റായ ഉപദേശങ്ങളിൽ പെട്ടുപോകുന്ന യുവാക്കൾക്ക് യുവതികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് പറയാം, യേശു കാണിച്ചതിനേക്കാൾ വലിയൊരു മാതൃകയൊന്നും ക്രിസ്തീയ ജീവിതത്തിനോ ശുശ്രൂഷയ്ക്കോ ഉപദേശത്തിനോ ഇല്ല. യേശു ആ കാണിച്ച മാതൃക മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യേശു പോപ്പുലർ ആകാനായിരുന്നെങ്കിൽ, പ്രശസ്തനാകാനായിരുന്നെങ്കിൽ, യേശു ഏത് അടയാളങ്ങളും യേശുവിന്റെ പിന്നാലെയുള്ള ഫാൻ ബേസ് നോക്കിയാൽ തന്നെ മതി, എന്തോ വലിയ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. യേശു അതിനൊന്നും പോയില്ല. എല്ലാരും വിട്ടുവിട്ടും പോവായിരുന്നു. ഫൈനലി ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും വേണേ പോവാം. പക്ഷെ അതിനകത്ത് വെളിച്ചം ഉണ്ടായതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ട് എവിടെ പോവാ? നിത്യജീവന്റെ മൊഴി നിന്റെ അടുക്കലല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? എന്താ കിട്ടിയത് ഈ ശിഷ്യന്മാർക്ക് എന്ന് ചോദിച്ചാൽ, അവർക്ക് കിട്ടിയതെല്ലാം ഈ ക്രിസ്തുവിനെ പ്രതിയുള്ള നിന്ദയും ഉപദ്രവവും പരിഹാസവും. ഫൈനലി അവരെല്ലാം എന്താ പറയാ രക്തസാക്ഷികളായി മരിച്ചു, യോഹന്നാൻ ഒഴികെ. എന്നാൽ യേശുവിന്റെ മാർഗം നോക്കി. യേശു ദൈവേഷ്ടം ചെയ്തു, അനേകരെ വിടുവിച്ചു, വലിയ പ്രശസ്തി ഉണ്ടായി, ആളുകൾ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ തുടങ്ങി. പക്ഷെ ഫൈനലി യേശു നടന്നെടുത്തത് ഈ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്കല്ല. ഇതിന്റെ നടുവിലും യേശുവിന്റെ ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റും. എന്തോ പിതാവിന്റെ ഇഷ്ടം? ഞാൻ മരിക്കണം എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം വിളിച്ചതിനകത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയും ഇത് തന്നെയാണ്. കർത്താവ് പറയാം, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ഇഷ്ടങ്ങൾ, എന്റെ താല്പര്യങ്ങൾ, എന്റെ രസങ്ങൾ, എന്റെ ആനന്ദം കണ്ടെത്തുന്ന എന്തൊക്കെ സാധനമാണ് അതെല്ലാം മരിക്കണം. അത് മരിച്ചിട്ട് കർത്താവ് എന്റെ ആനന്ദമായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അനുഗമിച്ചാലുള്ള ഗുണം അവസാനം ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ ഒതുങ്ങുവല്ല, അവനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തി കൂടെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തു ആനന്ദമായി മാറുന്ന എന്നെയും നിങ്ങളെയും ദൈവം ഒരിടത്തും താളടിയായി പോകാൻ സമ്മതിക്കത്തില്ല. നീ അവന്റെ ഇഷ്ടത്തിനു വേണ്ടി നിന്നാൽ, ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഒന്ന് വേദന സഹിക്കേണ്ടി വന്നാൽ, അപമാനം സഹിക്കേണ്ടി വന്നാൽ, അതെല്ലാം പകരമായി തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ അപ്പോഴത്തേനും നമ്മുടെ ഹൃദയത്തിനൊരു വലിയ മാറ്റം വന്നു കാണും. എന്റെ ആനന്ദം ക്രിസ്തുവാണ്, എന്റെ ലക്ഷ്യം ക്രിസ്തുവാണ്, എന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാണ്. അവന് വേണ്ടി കഷ്ടം അനുഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, കാരണം അവൻ ഉയർത്തപ്പെടണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം. അങ്ങനെയായി മാറുന്നവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കുക, ഒരു കാര്യം വിശ്വസിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ ഗുണം നോക്കിയിട്ടൊന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഒരു ഗുണവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ വിളിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തന്ന് സ്വന്തം മക്കളാക്കി മാറ്റിയെങ്കിൽ ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കുറ്റബോധം കൊണ്ടോ പരാജയപ്പെട്ടെന്നോ ഭയപ്പെട്ട് മാറി അകലം വിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല വിശ്രമം കിട്ടുന്ന ഒരു സ്ഥലം ക്രിസ്തുവിൽ മാത്രമാണ്. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയാൽ നിങ്ങൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആവും, ഡിപ്രസ്ഡ് ആവും, നിരാശ കൂടി വരും, പരാജയഭീതി കൂടി വരും. പക്ഷെ ഇപ്പം നിങ്ങളെ അത് വേട്ടയാടുന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഓടി മടങ്ങി വരാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു സ്ഥലം, സെക്യൂർ പ്ലേസ് ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. സോ കം ബാക്ക്, ദൈവത്തിലേക്ക് മടങ്ങി വരണം. കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്ത് വീഴ്ച പറ്റിയെങ്കിലും, പത്രോസ് പറഞ്ഞ പോലെ പറ്റിപ്പോയി,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ നീ സകലവും അറിയുന്നു എന്നൊന്ന് തുറന്നു പറയാൻ പറ്റിയാൽ ഹി വിൽ റിസ്റ്റോർ യു. കർത്താവ് റിസ്റ്റോർ ചെയ്യും. അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തരും. കാരണം കർത്താവ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമെങ്കിൽ ആ കർത്താവ് എനിക്ക് തരുന്നത് മെറ്റീരിയലായ എന്തെങ്കിലും കാര്യമല്ല, കർത്താവിനെ തന്നെ തരും. കർത്താവ് എനിക്കുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ട്രഷർ വേറെ. അതുകൊണ്ട് ഈ രാത്രി ഹൃദയങ്ങളെ ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. മടങ്ങി വരവാണ് ആവശ്യമെങ്കിൽ, അകലം വിട്ടാണ് നടക്കുന്നതെങ്കിൽ ഈ രാത്രി കർത്താവിനോട് പറയണം, അപ്പാ ഐ വോണ്ട് ടു കം ക്ലോസ് ടു. എനിക്ക് നിന്റെ അടുക്ക വരണം, എനിക്ക് നിന്നെ അറിയണം, എനിക്ക് നിന്നോട് ചേർന്ന് നടക്കണം. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ പരാജയപ്പെട്ടു പോകുന്നുണ്ട്, ഞാൻ തോറ്റു പോകുന്നുണ്ട്, എനിക്ക് കയറി വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്നെ സഹായിക്കുന്ന ഒരു അപ്പ എനിക്കുണ്ടല്ലോ. ഈ രാത്രി എന്നെ ഒന്ന് സഹായിക്കണേ കർത്താവേ. നീ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമായി മാറാൻ, യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ വാഞ്ചയായി, ആനന്ദമായി, രസമായി മാറാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നപ്പ, ഞങ്ങൾ എത്ര കർത്താവെ ഫീബിളാണ്, ഞങ്ങൾക്ക് ഒരു ബലമുള്ളവരല്ലപ്പ, ഞങ്ങൾക്ക് നിൽക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല. ഞങ്ങളെ നിർത്തുന്നത് അങ്ങയുടെ കൃപയാണെന്ന് ഞങ്ങൾ ഈ രാത്രി തിരിച്ചറിയുക കർത്താവെ. അതുകൊണ്ട് പുകഴ്ചയൊന്നും പറയാതെ, വലുതായ ഒന്നും ഞങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാതെ, ഞങ്ങളെ രക്ഷിച്ച ഈ കർത്താവിനെ ധ്യാനിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ അമർന്നിരുന്ന്, അപ്പാ നീ ഞങ്ങളുടെ ആനന്ദമായി, നീ ഞങ്ങളുടെ വാഞ്ചയായി, നീ ഞങ്ങളുടെ സർവവുമായി മാറാൻ പരിശുദ്ധാത്മാവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു പുതുക്കം തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചകളെ ഒന്ന് മാറ്റണമേ കർത്താവെ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സകലത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉടച്ചു കളയണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, യേശു തരുന്ന ആശ്വാസം ഇന്ന് രാത്രി കർത്താവെ ഭയപ്പെട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളിലേക്ക് പകരപ്പെടട്ടെ കർത്താവെ. ഭയത്തിന്റെ മുഖം തകർന്നു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, സ്വാതന്ത്ര്യം നൽകി, ധൈര്യം നൽകി, ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കാനുള്ള വലിയ കൃപ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന ദൈവദാസന്മാരെ എല്ലാം കർത്താവെ, ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഭയിലെ നേതൃത്വം നൽകുന്നവർ എല്ലാവരും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവ് താമസമാണെങ്കിൽ ഇതിൽ നിന്ന് റിവൈവലിസ്റ്റുകൾ എഴുന്നേൽക്കട്ടെ കർത്താവെ. ഉണർവ് പ്രാസംഗികർ എഴുന്നേൽക്കട്ടെ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവർ എഴുന്നേൽക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്നവർ എഴുന്നേൽക്കട്ടെ കർത്താവെ. ഞങ്ങൾ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി പറയുന്നു. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ്. താങ്ക് യു പാസ്റ്റർ.